സ്വാഗതം ഇൻസൈറ്റിലേക്ക്. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെച്ചിരിക്കുകയാണ്. 21 മാസമായി നീണ്ടു നിൽക്കുന്ന വംശീയ കലാപം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സംഘർഷഭരിതമായ സാഹചര്യത്തിൽ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി രാജിവെച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ഇന്ന് നിയമസഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി അറിഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാനാണോ ഈ രാജി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇപ്പോൾ ബിരേൻ സിംഗ് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മൾ ഈ വിഷയം ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുകയാണ്. നമ്മോടൊപ്പം രാജ്യത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായ ജോർജ് കള്ളിവേൽ സാറാണ്. അദ്ദേഹം ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഇൻസൈറ്റിൽ മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയം നമ്മോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മണിപ്പൂരിൽ സംഘർഷം ഉടലെടുത്ത ശേഷം അവിടെ സന്ദർശിക്കുകയും അവിടെയുള്ള വിഭാഗങ്ങളുമായി സംസാരിക്കുകയും മണിപ്പൂർ FIR എന്ന പേരിൽ ഒരു പുസ്തകം പുറത്തിറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സർ, സ്വാഗതം ഇൻസൈറ്റിലേക്ക്. മണിപ്പൂരിൽ ഇപ്പോൾ മുഖ്യമന്ത്രി അവസാനമായി രാജിവെച്ചിരിക്കുകയാണ്. ഏറെ കലാപം തുടങ്ങിയ അന്നു മുതലേ മുഖ്യമന്ത്രിയോടുള്ള രാജി ആവശ്യം നിരന്തരം അവിടെയുള്ള ആളുകൾ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അവസാനം രാജിവെച്ചിരിക്കുന്നു. ഈ രാജിയെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? കേന്ദ്ര നേതൃത്വം മുഖ്യമന്ത്രിയോടുള്ള പിന്തുണ പിൻവലിച്ചതാണോ, അതല്ല കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമായിട്ടാണോ നമ്മൾ ഇതിനെ കാണേണ്ടത്? നമ്മളിവിടെ ഗതികെട്ട് അളമുട്ടി അല്ലെങ്കിൽ മതിലിൽ ഇടിച്ച് എന്നൊക്കെ പറയുന്ന പോലെ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ രാജിവെക്കേണ്ടി വരികയാണ് ചെയ്തത്. കേന്ദ്ര നേതൃത്വം രാജി ആവശ്യപ്പെട്ടു. കാരണം കേന്ദ്ര നേതൃത്വത്തിനും മറ്റു മാർഗമില്ലായിരുന്നു. അവിടെയുള്ള BJPക്കുള്ള 38 MLA-മാരിൽ 20 പേർ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വന്നു. നേരത്തെ തന്നെ അതിൽ 10 പേര് കുക്കികളടക്കമുള്ള മന്ത്രിമാരടക്കമുള്ളവര് മുഖ്യമന്ത്രിയുടെ ബിരേൻ സിംഗിനെതിരെ രാജി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇവിടെ കേന്ദ്രം അത് കേട്ടിരുന്നില്ല. അദ്ദേഹം അവിടെ തികച്ചും ഏകപക്ഷീയമായ ഭരണമാണ്. നമുക്കറിയാം, ഒരു രാജ്യ നാടകം പണ്ട് പുള്ളി അദ്ദേഹം കളിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി പ്രധാനമായിട്ടും മറ്റു മാർഗമില്ലാതെ അദ്ദേഹം രാജിവെക്കേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് ഇന്ന് നിയമസഭാ സമ്മേളനം മണിപ്പൂരിൽ തുടങ്ങാനിരിക്കുകയായിരുന്നു. ഗവർണർ മുഖ്യമന്ത്രിയുടെ രാജി സ്വീകരിച്ച് ആദ്യമേ ചെയ്ത നടപടി എന്ന് പറയുന്നത് ആ നിയമസഭാ സമ്മേളനം റദ്ദാക്കുകയാണ്. നൾ ആൻഡ് വോയിഡ് എന്നും പറഞ്ഞ അദ്ദേഹം പറയാം. അത് സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത ഗവർണർമാരുടെ അധികാരത്തെ ദുരുപയോഗം ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. അത് അദ്ദേഹം ചെയ്തു. എന്ന് മാത്രമല്ല, സർക്കാരിനെ ഇദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചു. കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ബദൽ സംവിധാനം ഉണ്ടാകുന്നത് വരെ കാവൽ മുഖ്യമന്ത്രി എന്നാണ് പറയുന്നത്. ഈ ബദൽ സംവിധാനത്തെ കുറിച്ച് അത്ര എളുപ്പമല്ല. അപ്പൊ നമുക്കറിയാവുന്നതുപോലെ പല പേരുകൾ അവിടെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്പീക്കറായിട്ടുള്ള സത്യബ്രത സിംഗ്, BJPയുടെ വേറൊരു മന്ത്രിയുണ്ട് ഇമാൻ ഖേംചന്ദ് എന്ന് പറയുന്ന ആള്. ഇവരൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്കും വേണ്ടത്ര പിന്തുണ കിട്ടിയിട്ടില്ല. അപ്പൊ ഈ BJPയുടെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ മാറിയത് കൊണ്ട് പ്രശ്നമില്ലെന്നും പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നുള്ളതാണ് കുക്കികളുടെ ഒരു നിലപാട്. കുക്കി MLA-മാരുടെ നിലപാട് അത് തന്നെയാണ്. BJPയിലെ കുക്കി MLA-മാരും മറ്റേ മൊത്തത്തിലുള്ള 10 കുക്കി MLA-മാരുടെ ഒരേ നിലപാടാണ്. അതിൽ 7 പേര് BJPയില്ല. അപ്പോ ഇവരെല്ലാം ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോ ഈ ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് ഇന്ന് കോൺഗ്രസ് നോട്ടീസ് കൊടുക്കാനിരിക്കുകയായിരുന്നു. ആ നോട്ടീസ് വരുന്നു എന്നറിഞ്ഞ് അത് ഏതാണ്ട് ശരിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോ പ്രധാനമന്ത്രി തന്നെ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിലേക്ക് ശ്രീ ബിരേൻ സിംഗിനെ വിളിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ വ്യാഴാഴ്ച പ്രയാഗ്രാജിൽ പോയ ശേഷം തിരിച്ച് അവിടെ ചെന്നതേയുള്ളായിരുന്നു. ശനിയാഴ്ച MLA-മാരുടെ മീറ്റിംഗ് വിളിച്ചു. അവിടുത്തെ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നതനുസരിച്ച് 20ഓളം പേർ, 20 പേരൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, 16 പേരിലോ മറ്റാണ് പങ്കെടുത്തത്. അത് കൃത്യ വിവരങ്ങൾ അവർ പുറത്തുവിടുന്നില്ല. ഏതായാലും മുഖ്യമന്ത്രി രാജിക്കത്ത് കൊടുക്കാൻ ഗവർണറെ കാണുമ്പോൾ അദ്ദേഹത്തോടൊപ്പം 14 പേരേ ഉള്ളൂ, മന്ത്രിയും MLA-മാരും അടക്കം. നിയമസഭാംഗങ്ങളായിട്ടുള്ള 14 പേര് മാത്രമേ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടെ കൂട്ടിയാലും 15 പേരേ വരുന്നുള്ളൂ. നമുക്കറിയാം 60 അംഗ നിയമസഭയാണ് അവിടെ. അപ്പോ ഈ രാജി വളരെ അനിവാര്യമായി നിവൃത്തിയില്ലാതെ വന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്രയും കാലം
ഒരു കാരണവശാലും ഒരു കലാപം ഇത്ര വഷളായിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി അല്ല. അത് കലാപത്തിന്റെ ഒരു പക്ഷത്ത് നിൽക്കുകയും കൂടെ ചെയ്തു. അദ്ദേഹം ഭൂരിപക്ഷ സമുദായമായ അദ്ദേഹം ഉൾപ്പെടുന്ന മൈത്തൈ സമുദായത്തിന്റെ രക്ഷകനായി അവതരിക്കുകയും അവർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുകയും ചെയ്തു. കുക്കികളെ മറ്റ് അന്യരാജ്യത്തു നിന്ന് വരുന്നെന്ന് പറഞ്ഞ പോലെ അവരെ കണക്കാക്കുകയായിരുന്നു. കുക്കികൾക്ക് അവരിലുള്ള പൂർണ്ണ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് കുക്കി MLA സംയുക്ത പത്രസമ്മേളനത്തിലും സംയുക്ത പ്രസ്താവനയിലും പറഞ്ഞിട്ടുണ്ട്. അവർ നിയമസഭയിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല. ഈ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഒരു യുവതി അടക്കം 2 സ്ത്രീകളെ പൂർണ്ണ നഗ്നരാക്കി കൂട്ടബലാത്സംഗം ചെയ്ത് ഒരു സംഭവം ഇന്ത്യയുടെ മനസാക്ഷി മാത്രമല്ല ലോക മനസാക്ഷിയെ നടുക്കിയതാണ്. ആ ഒരൊറ്റ സംഭവം മതി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ബിരേൻ സിംഗിന് രാജിവെക്കാനും, അല്പം മാന്യതയോ ധാർമ്മികതയോ ഉണ്ടെങ്കിൽ രാജിവെക്കാനോ അല്ല അദ്ദേഹത്തെ പുറത്താക്കാനോ. ഇവിടുത്തെ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുകയോ പുറത്താക്കുകയോ ചെയ്യാമായിരുന്നു. നമുക്കറിയാം, വാജ്പേയിയുടെ കാലത്ത് പോലും അദ്ദേഹം രാഷ്ട്രീയത്തിലെ ഈ ധാർമ്മികതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. അവിടെ അത്തരം ആളുകളെ എന്ത് തെറ്റ് ചെയ്താലും എത്ര കലാപം ഉണ്ടായാലും, നമുക്കറിയാം 250-ലേറെ പേർ മരിച്ചു എന്നാണ് സർക്കാരിന്റെ കണക്ക്. യഥാർത്ഥത്തിൽ അതിലൊക്കെ ഒത്തിരി മുമ്പ്, കാരണം സർക്കാർ സുപ്രീം കോടതിയിൽ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ആ കലാപം തുടങ്ങിയ 2023 മെയ്യിൽ ശേഷം 2023 സുപ്രീം കോടതി കൊടുത്തതിനകത്ത് തന്നെ 214-നടുത്ത് പറയുന്നുണ്ട് മരണം. അത് കഴിഞ്ഞ് എത്രയോ പേർ മരിച്ചു. പക്ഷെ സർക്കാരിന്റെ കണക്കിൽ എപ്പോഴും കുറച്ച് കാണിക്കുക. നമുക്കറിയാം 60,000-ഓളം പേര് പലായനം ചെയ്തു. 50,000-ലേറെ പേര് ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു, ദുരിതാശ്വാസ ക്യാമ്പുകൾ. അതായത് പലായനം ചെയ്തെന്ന് പറഞ്ഞാൽ അവരുടെ വീട് മുച്ചൂടും തകർത്ത് തീയിട്ട് നശിപ്പിച്ച്, അത് കുക്കികളുടെയും മെയ്തേകളുടെയും പരസ്പരം തമ്മിലടിച്ചു. 250-ലേറെ ക്രൈസ്തവ ദേവാലയങ്ങൾ അടിച്ചു തകർത്തു, തീയിട്ടു. പെട്രോൾ ഒഴിച്ചു, ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടുവന്നൊക്കെയാണ് തീയിട്ടത്. അതിന് പുറമെ സ്കൂളുകള്, മറ്റ് സ്ഥാപനങ്ങള്, ഒരു 10-ൽ താഴെ ഹൈന്ദവ ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. പക്ഷെ ഒരു തരത്തിലും കാര്യം മെയ്തേകളാണ് ആക്രമിച്ചെങ്കിലും മെയ്തേകളായ ക്രൈസ്തവരുടെ പള്ളികളും ആക്രമിക്കപ്പെട്ടു. ഇവിടെയാണ് ഇത് വെറും ഒരു വംശീയ കലാപമല്ല, ഇതിനകത്ത് വർഗീയതയുമുണ്ട് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നമുക്കറിയാവുന്ന പോലെ 53% മെയ്തേകളും ബാക്കി 2% മുസ്ലിങ്ങളും, അവർ പങ്കൽ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്നത്. ബാക്കിയുള്ളവര് ഗോത്രവർഗ ജനതയാണ്. അവര് പ്രധാനമായും നാഗയും പിന്നെ കുക്കികളുമാണ്. കുക്കികൾ 16% മാത്രമേ ഉള്ളൂ. അവിടെയുള്ള ഈ പങ്കൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവര് ഈ 2 പക്ഷത്തുമില്ലാതെ ഇതിനിടയിൽ കൃത്യമായി താമസിക്കുന്നു. അവരോട് 2 പക്ഷത്തിനും പ്രശ്നമില്ല. ഞാൻ അവിടെ പോയി നേരിട്ട് കണ്ടതാണ്. അവർക്ക് ആ സമയത്ത് പോലും, കലാപത്തിന്റെ രൂക്ഷമായ കാലഘട്ടത്തിൽ പോലും അവരായിരുന്നു അവിടെ ഈ സൈനികർക്ക് ചിക്കൻ കൊടുത്തുകൊണ്ടിരുന്നത്, ഭക്ഷണം അവർക്കുള്ള അരികള് സാമാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ എന്നിട്ടും അവരുടെ ആളുകളെ പോലും ആക്രമിക്കപ്പെട്ടു. കാരണം ഈ ആക്രമണത്തിനിടയിൽ പെട്ടുപോയത് കൊണ്ടാകാം. അപ്പൊ ഇതൊരു മണിപ്പൂരിൽ ഉണ്ടായത് വളരെ ആസൂത്രിതമായ ഒരു കലാപമാണ്. നമ്മളെ ഒരുപക്ഷെ ലോകം മനസ്സിലാക്കി വെച്ചത് കേരളത്തിലുള്ളവർക്ക് ഒരു പരിധി വരെ മനസ്സിലായിട്ടുണ്ടാകും. മറ്റുള്ളവർക്കാർക്കും ഇതിന്റെ ഒരു യഥാർത്ഥ സ്ഥിതി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്രയേറെ രൂക്ഷമായിരുന്നു ഈ സ്ഥിതി. അവിടെ ഇതൊരു വളരെ ആസൂത്രിതമായി രൂപപ്പെടുത്തിയെടുത്തിയതാണ്. നമുക്കറിയാം, അവിടെ 48% പേര് ഗോത്രവർഗങ്ങള്, ഷെഡ്യൂൾ ട്രൈബ്, പട്ടിക വർഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഈ ഗോത്രവർഗ ജനതകൾ. അത് നാഗകളും കുക്കികളും പിന്നെ ഒത്തിരി ചെറിയ വിഭാഗങ്ങളുമുണ്ട് ഗോത്രവർഗങ്ങൾക്കിടയിൽ. അതെല്ലാം ചെറിയ ശതമാനങ്ങളേ ഉള്ളൂ. വളരെ ചെറിയ കമ്മ്യൂണിറ്റി പോലും ഉണ്ട്, 1000 പേര് പോലും ഇല്ലാത്ത കമ്മ്യൂണിറ്റി പോലും. അപ്പൊ അവരെല്ലാം ഷെഡ്യൂൾ ട്രൈബ് സ്റ്റാറ്റസ് അവർക്കുണ്ടായിരുന്നു. അതേസമയം ഷെഡ്യൂൾ കാസ്റ്റ് ആണ്, നമ്മുടെ പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് മെയ്തേകൾ. അപ്പോ അവർക്ക് തോന്നി ഈ പട്ടിക വർഗത്തിന്റെ ഭൂമി കൈയേറാൻ പറ്റില്ല, അവിടെ പട്ടികവർഗത്തിന് മാത്രമേ ഭൂമിയാണ്. ഇപ്പോൾ കാശ്മീരിൽ ചെന്ന് ഭൂമി മേടിക്കണ കാശ്മീരികൾ മാത്രമേ കഴിയുള്ളൂ, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ എവിടെയും ആ പ്രശ്നമുണ്ട്. പട്ടികവർഗക്കാർ ഇപ്പൊ ലക്ഷദ്വീപിൽ ചെന്ന് നമുക്കാർക്കും സ്ഥലം മേടിക്കാൻ പറ്റില്ല, കാരണം അത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ലക്ഷദ്വീപിലെ ആളുകൾക്ക് മാത്രമേ അവിടെ ഭൂമി മേടിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് പട്ടികവർഗ ഭൂമിയിലുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയുടെ
10% പ്രദേശമാണ് താഴ്വാരമായിട്ടുള്ളത്. ബാക്കി 90% മലയോരമാണ്. പക്ഷേ ഈ 90% മലയോരം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു 20% പോലും ഹാബിറ്റബിൾ ആയിട്ടുള്ള, അല്ല മനുഷ്യർക്ക് താമസിക്കാവുന്നതോ അല്ല. ബാക്കി മുഴുവൻ മലകളാണ്, കൊടും മലകളാണ്. അത് പലതും മരങ്ങൾ പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ കൊടും വനങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ്, മലകളാണ്. അവിടെയൊന്നും ഒരു ഹാബിറ്റേഷൻ പോലും, അതായത് ഒരു വില്ലേജ് പോലും ഇല്ലാത്ത മലകളാണ് കൂടുതലും. പക്ഷെ ഇവിടെയൊക്കെ കൃഷിക്കും അല്ലാതെയും ഭൂമി മേങ്ങിയാൽ ഇതിന് അവകാശം കിട്ടിയാൽ കൊള്ളാമെന്ന് സ്വാഭാവികമായിട്ടും തോന്നുന്നു. പട്ടികവർഗക്കാർക്കുള്ള തൊഴിൽ വിദ്യാഭ്യാസ സംവരണം കൂടി നമുക്ക് വേണം എന്ന് ഈ മെയ്തേകൾ ആഗ്രഹിക്കുന്നു. അതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വിള നടക്കുന്നു. അന്ന് അവിടെ ഒരു തമിഴ്നാട്ടുകാരനായ മുരളീധരൻ എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് താൽക്കാലിക ചുമതലയായിരുന്നു. അദ്ദേഹം ഹൈക്കോടതി ഉത്തരവിടുന്നു, ഈ പട്ടികവർഗ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പട്ടികവർഗത്തിൽ ഇവരെ മെയ്തേകളെ കൂടെ പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അത് നിർദ്ദേശിക്കുന്നു സർക്കാരിനോട്. ഒന്ന്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഹൈക്കോടതിക്ക് അതിൽ ഇടപെടാൻ യാതൊരു വകുപ്പുമില്ല. കാരണം ഹൈക്കോടതികൾ ഇത്തരം സംവരണ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പാർലമെന്റിന് മാത്രമാണ് നിയമനിർമ്മാണം നടത്താനുള്ള അവകാശമുള്ളത്. അത് മറികടന്നുകൊണ്ടാണ് ഇത് പരിഗണിക്കണമെന്ന് പറഞ്ഞ്. അപ്പോ സ്വാഭാവികമായിട്ടും കുക്കികൾക്കിടയിൽ ഈ പ്രതിസന്ധി, കാരണം അവർക്കുള്ള തൊഴിലവസരങ്ങൾ, കാരണം വികസനം മുഴുവൻ ഈ താഴ്വാരത്ത്, ഇംഫാൽ അടക്കമുള്ള താഴ്വാര മേഖല, മെയ്തേകൾ താമസിക്കുന്ന താഴ്വാരത്തെ ജില്ലകളിലാണ്. അവിടെയാണ് സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളും, നല്ല സ്കൂളുകള്, കോളേജുകള്, ആശുപത്രികള്, സർക്കാർ സ്ഥാപനങ്ങള്, IIT-കള്, എയിംസ് പോലത്തെ സ്ഥാപനങ്ങള് എല്ലാം ഈ താഴ്വാരത്താണ്. ബിസിനസ്സും നമുക്കറിയാം, പ്രധാന കച്ചവടങ്ങള്, ചെറിയ വ്യവസായങ്ങളേ ഉള്ളൂ അവിടെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് തലസ്ഥാനമായ ഇംഫാലിന്റെ ചുറ്റുമുള്ള താഴ്വാര പ്രദേശങ്ങളിലാണ്. മലയോരത്ത് അന്യ സംസ്ഥാനങ്ങൾ, നാഗാലാൻഡിലേക്കും മിസോറാമിലേക്കും ആസാമിലേക്കും ഒക്കെ പോകുന്നതിന് വേണ്ടിയുള്ള ഹൈവേകൾ പണിയുന്നതിന് വേണ്ടി, കാരണം അത് ഈ താഴ്വാരത്തുള്ള ഭരണവർഗത്തിന്റെ, അല്ലെ മെയ്തേകൾ അടക്കമുള്ള വലിയ ഇതിന്റെ സ്വാധീന വർഗത്തിന്റെ ഏറ്റവും പ്രധാന ആവശ്യമാണ്. അവർക്ക് സൗകര്യമായി അതിനുവേണ്ടി ഹൈവേകൾ പണിയുന്നുണ്ടായിരുന്നു പലയിടത്തും. അതൊഴിച്ചാൽ കാര്യമായ വികസനം അവിടെ ഉണ്ടായിട്ടില്ല. കേന്ദ്ര ഫണ്ടിന്റെ അതിനെക്കുറിച്ച് അവർ പറയുന്നത്, മെയ്തേകളായ MLA-മാരല്ല, കുക്കികളായ MLA-മാർ എന്നോട് പറഞ്ഞത്, നിങ്ങൾ 1000 രൂപ കൊടുത്താൽ അതിൽ 600-700 രൂപയും ഈ പറയുന്ന മെയ്തേകളുള്ള വളരെ ചെറിയ ശതമാനം സ്ഥലത്തും, ബാക്കി 10-20% പോലും മലയോര മേഖലയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു അസംതൃപ്തിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നമുക്കറിയാവുന്ന പോലെ ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളാണ് ഈ ഗോത്രവർഗങ്ങളിലുള്ളത്. അവര് ഇന്നലെയോ ഇന്നോ അല്ലെ കഴിഞ്ഞ 10 ദിവസം മുമ്പ് ക്രൈസ്തവരായവരല്ല, 100-150 വർഷം മുമ്പ് ക്രൈസ്തവരായവരാണ്. അവര് ഈ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്, 100 വർഷം മുമ്പൊക്കെ ക്രൈസ്തവരാണ്. ഹിന്ദുക്കളാണെങ്കിലും അവർ ഹിന്ദുക്കളായിരുന്നില്ല. സനമാഹിസം എന്ന് പറയുന്ന ഒരു പ്രാദേശികമായി വേണമെങ്കിൽ നമ്മൾ പ്രകൃതിയെ ആരാധിക്കുന്ന പോലത്തെ ഒരു കല്ലുകൊണ്ടുള്ള രൂപമായിരുന്നു. അതാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെ രാജാവാണ് മുഴുവൻ ആളുകളെയും അവരോട് ഹൈന്ദവ മതമല്ല സ്വീകരിക്കാൻ പറഞ്ഞത്. അന്ന് അവര് വൈഷ്ണവരായിരുന്നു. വൈഷ്ണവ ക്ഷേത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് അവർ ഹൈന്ദവരാകുന്നത്. അപ്പോഴാണ് ഈ RSSും അടക്കമുള്ള അതിന്റെ കടന്നുവരവും അവിടെ നമുക്കറിയാവുന്ന BJPക്ക് അധികാരം കിട്ടുകയും ചെയ്തു. കാരണം അവിടെയുള്ള നോർത്ത് ഈസ്റ്റുകാരെ സംബന്ധിച്ചോളം കേന്ദ്രത്തിൽ ആര് ഭരിക്കുന്നു അവരോടൊപ്പം നിൽക്കുക എന്നതാണ് കുറെ കാലകാലങ്ങളായി. കാരണം അവർക്ക് മറ്റു വരുമാനങ്ങളില്ല, വലിയ വ്യവസായങ്ങളില്ല, മറ്റ് വരുമാന മാർഗങ്ങളില്ല. അപ്പൊ കേന്ദ്ര സർക്കാർ സഹായിച്ചെങ്കിൽ മാത്രമേ അവിടെ അവർക്ക് എന്ത് കാര്യവും നടക്കത്തുള്ളൂ. അതുകൊണ്ട് നോർത്ത് ഈസ്റ്റിന്റെ പൊതുവായ ഒരു കാഴ്ചപ്പാട്, കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസുമായി ചേർന്ന് പോവുക, BJP ആണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ BJP ആയിട്ട് ചേർന്ന് പോവുക. അവരെ സംബന്ധിച്ചോളം അവർക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമായി. അപ്പൊ അങ്ങനെയാണ് ഈ BJP ഗവൺമെന്റ് വരുന്നത്. അതിനകത്ത് ക്രൈസ്തവരും മുസ്ലിങ്ങളും അടക്കമുള്ളവർ വോട്ട് ചെയ്തിട്ടാണ് അവിടെ വരുന്നത്. കാരണം അവർക്കവിടെ അന്ന് ഈ പറയുന്ന ജാതീയതയും വർഗീയതയും അത്രയും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ പ്രശ്നത്തിലൂടെ, ഇതിന്റെ പ്രധാന ഉദ്ദേശം ഞാൻ പറഞ്ഞാൽ അവരുടെ തൊഴിൽ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് കടന്നു കയറുക, അതോടൊപ്പം ഭൂമിയും മേലുള്ള കടന്നുകയറ്റമാണ് ഏറ്റവും പ്രധാനമായി ഉദ്ദേശിച്ചത്. കാരണം ഈ ഗോത്രവർഗ ജനതയ്ക്ക്
ഷെഡ്യൂൾ ട്രൈബുകാർക്ക് എവിടെ പോയാലും സ്ഥലം മേടിക്കാം. ഇപ്പൊ എറണാകുളം നഗരത്തിലോ കോഴിക്കോട് നഗരത്തിലോ കൽപ്പറ്റ ടൗണിലോ പോയി നമുക്ക് ഒരു സ്ഥലം മേടിക്കാനായിട്ട് അവിടെയുള്ള ഗോത്രവർഗത്തിനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക്. പക്ഷെ പട്ടികവർഗ ഭൂമിയിൽ മറ്റു പുറത്തുനിന്നുള്ളവർക്ക് കടന്നു കഴിയില്ല. അതാണ് ഇന്ത്യയിലെ നിയമം. ആ നിയമം മാറ്റണമെങ്കിൽ ഇതിനുള്ള ഏക മാർഗം ഇവരെ കൂടെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം, ഇന്ത്യ സ്വതന്ത്രമായ ശേഷം, ഈ പട്ടികവർഗ പട്ടികജാതി വിഭാഗങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ, അന്നത്തെ സർക്കാർ നടത്തിയ എല്ലാവരുമായി ചർച്ചകൾ നടത്തി, പഠനങ്ങൾ നടത്തി, കമ്മീഷനെ വെച്ചു. അവരോട് അന്ന് മെയ്തേകൾ പറഞ്ഞത്, ഞങ്ങളുടെ ആത്മാഭിമാനത്തിന് അത് കേടാണ്, ഞങ്ങൾക്ക് പട്ടികവർഗം ആകണ്ട, ഞങ്ങൾ പട്ടികവർഗം അല്ല, ഞങ്ങൾ ഉന്നത ജാതിയാണ് എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് മാറിയവരാണ് അവർ. അതാണ് പിന്നീട് അവർക്ക് ഈ അവകാശങ്ങൾ കിട്ടുമെന്നറിഞ്ഞപ്പോൾ പട്ടികവർഗ ഫണ്ട്, പട്ടികവർഗങ്ങൾക്കുള്ള അവകാശങ്ങൾ, പട്ടികവർഗങ്ങൾക്കുള്ള സ്പെഷ്യൽ സ്റ്റാറ്റസ്, അവർക്കെതിരെ കേസ് കൊടുത്താൽ പോലും അവർക്കറിയാം ഒത്തിരിയേറെ കാര്യങ്ങളിൽ പ്രത്യേക അവകാശങ്ങളുള്ള വിഭാഗങ്ങളാണ് രാജ്യത്തെ പട്ടികവർഗങ്ങൾ. ആ പട്ടികവർഗ സ്റ്റാറ്റസ് മേടിച്ചാൽ ഇവർക്കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ പേരുമായി. അങ്ങനെ മുഴുവൻ പേരുമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ പട്ടികവർഗ സ്റ്റാറ്റസിന് തന്നെ വലിയ അർത്ഥമില്ല എന്നാണ് ഗോത്രവർഗ വിഭാഗങ്ങൾ പറയുന്നത്. അപ്പൊ അവിടെ തുടങ്ങിയ സമരത്തിനെതിരെ ഇവർ ആസൂത്രിതമായ ആക്രമണം നടത്തുന്നു. പിന്നീട് അങ്ങോട്ട് കണ്ടത് കൃത്യമായ ആസൂത്രണത്തോടുകൂടി അവിടെ ആയിരക്കണക്കിന് വീടുകൾ കത്തിക്കുന്നു, ആളുകളെ കൊല ചെയ്യുന്നു, തട്ടിക്കൊണ്ടുപോകുന്നു. 3 ദിവസം, ആദ്യത്തെ 3 ദിവസം, അതായത് 2023 മെയ് 3-നാണ് അവര് ഐക്യദാർഢ്യ റാലി ഗോത്രവർഗങ്ങള്, വിദ്യാർത്ഥികൾ ആഹ്വാനം ചെയ്തത്. അന്ന് തന്നെയാണ് ഇതിനെതിരെ ആക്രമണം നടക്കുന്നത്. അന്ന് തന്നെയാണ് ഈ കുക്കികൾക്കെതിരെ മെയ്തേകൾ ആക്രമണം അഴിച്ചുവിടുന്നത്. അത് മെയ്തേയ് ലംപൂൺ 2 സംഘടനകളുടെ നേതൃത്വത്തില് മെയ്തേയ് തീവ്രവാദ സംഘടനകൾ അതിനിടയ്ക്ക് രൂപപ്പെട്ടു വന്നിരുന്നു. അതില് ഒരു കാലഘട്ടത്തിൽ അവര് തിരിച്ച് സനമാഹിസത്തിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുന്നവരായിരുന്നു. പക്ഷെ പിന്നെ അവരും മാറി. ആദ്യകാലത്ത് നാഗകളും കുക്കികളും ഒരുമിച്ചായിരുന്നു ഈ മെയ്തേകളുടെ ഈ സമരത്തിനെതിരെ നിന്നത്. പക്ഷെ അതിനകത്ത് നാഗകളെ ആക്രമിക്കേണ്ടതില്ലെന്ന് മെയ്തേകളും സർക്കാരും തീരുമാനിക്കുന്നു. അങ്ങനെയാണ് കുക്കികളെ തെരഞ്ഞുപിടിച്ച്, കാരണം കുക്കികളാണ് പോരാളികൾ, കുക്കികളും നാഗകളും തമ്മിലായിരുന്നു. പലരും പറയുന്നത് പോലെ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ചരിത്ര പശ്ചാത്തലം കൂടെ, ഇത് മണിപ്പൂരിനെ കുറിച്ച് അറിയാവുന്ന അവിടുത്തെ മുൻ കേന്ദ്രമന്ത്രിമാർ പോലും എന്നോട് പറയുന്നുണ്ട്, ജോർജ്, അവിടെ വർഷങ്ങളായിട്ട് കലാപങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് കഴിഞ്ഞ് പഠിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ കലാപങ്ങൾ എന്ന് പറയുന്നത് വർഷങ്ങളായുണ്ട്. പക്ഷെ അത് കുക്കികളും നാഗകളും തമ്മിലാണ്. മെയ്തേയ് വിഭാഗത്തിന്റെ, മെയ്തേയ് രാജാക്കന്മാരുടെ പോരാളികളായിരുന്നു, സംരക്ഷകരായിരുന്നു കുക്കികൾ. അപ്പൊ ആ വിഭാഗത്തെയാണ് ഈ മെയ്തേകളും കുക്കികളും തമ്മിലുള്ള ഒരു സംഘടന ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല, വംശീയ സംഘടനകൾ. കഴിഞ്ഞ തവണ സംസാരിച്ച സമയത്ത് സാർ അത് സൂചിപ്പിച്ചിരുന്നു ഇൻസൈറ്റിൽ തന്നെ. അതായത് ഈ സമരവും ഈ കലാപത്തിന്റെ തുടക്കത്തിലും 2023 മെയ് മാസം ഈ സമരം ആരംഭിക്കുന്നത് കുക്കികളും നാഗകളും ചേർന്നിട്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു കഴിഞ്ഞ 21 മാസം ഇതിനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ എത്രത്തോളം മെയ്തേയ് വംശത്തിന്റെ കൂടെ നിന്നു. സർക്കാർ ഒരു നാട്ടിൽ കലാപം ഉണ്ടാകുന്ന സമയത്ത് ആ നാട്ടിലെ ഭരണകൂടം അതിലൊരു വിഭാഗത്തിന്റെ പക്ഷം ചേർന്ന് പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ് ഇത്രയും കാലം അവിടെ നടന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്ര കാലം നീണ്ടു നിൽക്കുന്ന ഒരു കലാപം മറ്റൊന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്, സാധ്യതയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ബിരേൻ സിംഗിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. താൻ ഈ കലാപത്തിന് താൻ കാരണമായിട്ടുണ്ട് എന്ന് ബിരേൻ സിംഗ് തന്നെ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ഇപ്പോൾ രാജിയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ തോന്നുന്നത്? തീർച്ചയായിട്ടും സാലിം പറഞ്ഞത് വളരെ ശരിയാണ്. ഈ ഓഡിയോ ക്ലിപ്പ് ഇതിനകത്തൊരു വളരെ പ്രശ്നമാണ്. കാരണം ഈ ഓഡിയോ ക്ലിപ്പ് ഞാൻ കേട്ടതാണ്. ഓഡിയോ ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പലർക്കും നിർദ്ദേശം കൊടുക്കുകയും കൂടിയാണ്, ഈ കലാപത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും കൂടെ ചെയ്തു. പല ഓഡിയോ ക്ലിപ്പുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ലീക്ക് ഔട്ട് ആയ സ്ഥാനം ആണ് ഇദ്ദേഹത്തിന് തലവേദനയായത്. അദ്ദേഹം അത് ആദ്യം എന്റേതല്ലെന്ന് നിഷേധിച്ചു. പിന്നീട് അത് നിഷേധിച്ചാലും അദ്ദേഹത്തിന്റെ സ്വരം അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നത് കൊണ്ട് അവിടെ നിർമ്മിത ബുദ്ധിയല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും മണിപ്പൂരിൽ അത്ര ശക്തമായിരുന്നില്ല, അല്ല മണിപ്പൂരിന് പുറത്തൊന്നും ഒന്നുമല്ല, അങ്ങനെയല്ല എന്ന് അവിടെയുള്ളവർക്ക് ബോധ്യമായിരുന്നു. അങ്ങനെയാണ് ഇത് ഹൈക്കോടതിയിലൊക്കെ പോയെങ്കിലും ഈ കേസിന്മേൽ ഒരു തീരുമാനം ഉണ്ടായില്ല, ഇത് പരിശോധിക്കാനൊരു ഉത്തരവ് ഉണ്ടായില്ല. അങ്ങനെയാണ് ഈ കുക്കി വിഭാഗം സുപ്രീം കോടതിയെ സമീപിക്കുന്നത്.
സുപ്രീം കോടതി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി നമ്മുടെ പ്രശാന്ത് ഭൂഷൺ ആണ് കുക്കികൾക്ക് വേണ്ടി സുപ്രീം കോടതി ഹാജരായത്. അദ്ദേഹം ഇത് ചൂണ്ടിക്കാട്ടി, ഇത് കേന്ദ്രത്തിന്റെ തന്നെ ഫോറൻസിക് ലബോറട്ടറി ഉണ്ട്, ഗവൺമെന്റ് കീഴിലുള്ള സെൻട്രൽ ഫോറൻസിക് ലബോറട്ടറി. അവിടെ ഇത് പരിശോധിക്കാവുന്നതാണ്. അവിടെ പരിശോധിക്കാൻ കോടതി ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ കോടതി ഉത്തരവ്. പക്ഷെ അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് സർക്കാരിന്റെ ഫോറൻസിക് ലാബിനേക്കാൾ വിശ്വാസ്യതയുള്ള സ്വകാര്യ ലബോറട്ടറി ഇത് പരിശോധിക്കുകയും ഇത് മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെ തന്നെയാണ് ശബ്ദം, അതിനകത്ത് ആരും മായം ചേർത്തിട്ടില്ല എന്ന് കണ്ടെത്തുകയും ചെയ്ത കാര്യം അദ്ദേഹം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മാർച്ച് 24 വരെ ഈ കേസ് അടുത്തത് മാറ്റിവെച്ചിട്ടുണ്ട്. ആ മാർച്ച് 24 വീണ്ടും ഇത് പരിഗണിക്കുമ്പോൾ ഈ റിപ്പോർട്ട് സീൽ ചെയ്ത കവറിൽ സുപ്രീം കോടതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് അദ്ദേഹത്തിന് തല ഊരാൻ അത്ര എളുപ്പമല്ല. കാരണം ഒരു മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു വിഭാഗത്തിനെതിരെ, സ്വന്തം ജനതയ്ക്കെതിരെ മറ്റൊരു ജനതയെ പ്രോത്സാഹിപ്പിക്കുകയും ഈ പല കലാപങ്ങളും നമ്മൾ ഇവരെ അടിച്ചമർത്താനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ഉപയോഗിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നതുമായ ഈ വലിയ വിവാദ വീഡിയോ, അതൊക്കെ നമുക്കറിയാം. അങ്ങനെ ഇതുൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും അവിടെ നടന്ന കൂട്ടക്കൊലകളുടെ, ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ കസേരയിൽ ചോരക്കറ പുരണ്ട കസേരയിലാണ് അദ്ദേഹം ഈ 21 മാസം കഴിഞ്ഞുകൂടിയത്. ഈ ചോരക്കറ പൂണ്ട ഇതില് അള്ളിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ധാർമ്മികത പോയിട്ട് രാഷ്ട്രീയത്തിന്റെ മാന്യത പോലും ഇല്ലാതെ അദ്ദേഹം ഇത്രയും കാലം ഇതുമായി മുന്നോട്ട് പോയത്. ഇപ്പോൾ ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹം രാജിവെക്കാൻ നിർബന്ധം. അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടാൻ കേന്ദ്ര നേതൃത്വം, നമുക്കറിയാം, ഇവിടെ വന്ന് അമിത്ഷായുടെ വീട്ടിൽ വന്ന്, അതും പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം ഈ അമിത്ഷായെ കാണാൻ വേണ്ടി കഴിഞ്ഞ ശനിയാഴ്ച ഡൽഹിയിലേക്ക് വന്നത്. പ്രത്യേക വിമാനത്തിൽ വന്നു. പക്ഷെ അമിത്ഷാ പറഞ്ഞു നിവൃത്തിയില്ല, അവിടെ നമ്മുടെ ഗവൺമെന്റും വീഴും ഏതായാലും, അപ്പോ രാജിവെക്കാൻ പറയുന്നു. അമിത്ഷായും JP നഡ്ഡയും നിർദ്ദേശിച്ചനുസരിച്ചാണ് അദ്ദേഹം രാജിക്കത്ത് കൊണ്ടുപോയി. സംബിത് പത്രയ്ക്കാണ് നോർത്ത് ഈസ്റ്റിലെ ചാർജ്. അദ്ദേഹം BJPയുടെ മുൻ വക്താവും ഇപ്പോഴും വക്താവാണ്. അദ്ദേഹം MP ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ ചെന്നത്. അദ്ദേഹം ഈ രാജിവെക്കുന്നതിന് മുമ്പ് വിളിച്ച മീറ്റിംഗിലും ഞാൻ പറഞ്ഞില്ല, 20 പേരെ തികച്ചുണ്ടാക്കാൻ കഴിഞ്ഞില്ല. 14 പേരാണ് മന്ത്രിമാരടക്കം ഈ അദ്ദേഹത്തെ അനുഗമിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോ ഗവൺമെന്റിന്റെ ഭാവി വളരെ ഇതായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ബദൽ ഗവൺമെന്റ് ഉണ്ടാവുന്നില്ല, നിയമസഭ പിരിച്ചുവിടുന്നുമില്ല. കാരണം അവർക്ക് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക എന്നുള്ളതായിരുന്നു കുക്കികളുടെ ഒരാവശ്യം. പക്ഷെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഗവർണറുടെ ഭരണത്തിലാകും പ്രാക്ടിക്കലി. അത് പ്രഖ്യാപിക്കാത്തതിന്റെ കാരണം വളരെ ദുരൂഹം. നമുക്ക് വളരെ എത്രയോ കൃത്യമായ ജനാധിപത്യത്തെ എങ്ങനെ കട്ടിമറിക്കുന്നു എന്നുള്ള തെളിവാണ്. കാരണം ഇപ്പൊ പാർലമെന്റ് സമ്മേളിക്കുകയാണ്. പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ ഓർഡിനൻസ് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. ഓർഡിനൻസ് കൊണ്ടുവരുന്നതിനെതിരെ സുപ്രീം കോടതി തന്നെ വിലക്കേർപ്പെടുത്തി. അപ്പം പാർലമെന്റിൽ ഇത് വന്നാൽ ചർച്ചയാകും, പ്രശ്നമാകും. അത് പാർലമെന്റിൽ ഈ ബില്ല് പാസ്സാക്കാൻ എളുപ്പമല്ല. അപ്പോ പാസ്സാക്കാൻ മൃഗീയ ഭൂരിപക്ഷം അനുസരിച്ച് ലോക്സഭയെ പാസ്സാക്കിയതും ഈ BJPയെ അനുകൂലിക്കുന്ന ചില പാർട്ടികൾ ഉൾപ്പെടെ എതിർക്കുന്നുണ്ട്. അത്തരത് അങ്ങനെ വന്നപ്പോ ഈ ബജറ്റ് സമ്മേളനമാണ്. ഈ വ്യാഴാഴ്ച ഇടയ്ക്കൊന്ന് പിരിയുമെങ്കിലും മാർച്ച് 10 മുതൽ ഏപ്രിൽ 4 വരെ വീണ്ടും ഉണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഏപ്രിൽ 4 വരെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല. അതിനുവേണ്ടി ഇപ്പോൾ അവരെന്നാ വിചാരിക്കുന്നത്, രാജി സ്വീകരിച്ചു, കാവൽ മന്ത്രിസഭ തുടരാൻ പറയുന്നു. പ്രാക്ടിക്കലി ഗവർണറും ഇപ്പോഴത്തെ കാവൽ മുഖ്യമന്ത്രിയും ബീരേൻ സിംഗ് തന്നെ അവരുടെ ഭരണം തുടരും. അതാണ് ബദൽ ഗവൺമെന്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലവിൽ ഇപ്പോഴില്ല. കാരണം ഇല്ലെന്നുള്ള കാര്യം അവർക്കറിയാം. പക്ഷേ നിയമസഭ പിരിച്ചുവിടാൻ റെഡിയുമല്ല. നിയമസഭ പിരിച്ചുവിടാൻ ഇലക്ഷന് പോകേണ്ടി വരും. 6 മാസത്തിനകം രാഷ്ട്രപതി ഭരണം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് പോകേണ്ടി വരും. അപ്പൊ തെരഞ്ഞെടുപ്പിന് പോകാൻ അവിടെ സന്നദ്ധമല്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പില് മെയ്തേയ് മേഖലയിൽ പോലും, മെയ്തേയ്കൾക്ക് ആധിപത്യമുള്ള മേഖലയിലെ ലോക്സഭാ സീറ്റ് പോലും അവർ തോറ്റു. മെയ്തേയ്കളും BJPയും തോറ്റു. 2 സീറ്റിലും പ്രതിപക്ഷമാണ് ജയിച്ചത്. BJP വിരുദ്ധ, ഒന്ന് കോൺഗ്രസും ഒന്ന് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായിട്ടുള്ള ആളുകൾ, അവര് ജയിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആകെയുള്ള 2 പാർലമെന്റ് സീറ്റിലും കനത്ത തിരിച്ചടി. ഇത് രണ്ടും BJPയുടെ കയ്യിലിരുന്ന സീറ്റുകളാണ്. അപ്പോ ജനങ്ങളുടെ ഒരു വികാരം എന്താണ്? മെയ്തേയ്കൾക്കിടയിൽ പോലും കടുത്ത വിയോജിപ്പ് ശ്രീ ബീരേൻ സിംഗിനെതിരെയുണ്ട്, BJP സർക്കാരിനെതിരെയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തല ഊരാൻ ഇപ്പൊ ഇലക്ഷനും പോകാൻ മേല, രാഷ്ട്രപതി ഭരണവും ഏർപ്പെടുത്താൻ മേല, പുതിയ മുഖ്യമന്ത്രിയെ വെക്കാനും മേല.
അതീവ ഒരു ഒരു കുഴച്ചിലാണ് BJP നേതൃത്വം ഇപ്പോഴുള്ളത്. അതിന്റെ ഏതായാലും ദുരന്തം, അതൊരു ഏറെ പ്രതിസന്ധിയിലായ ഒരു സംസ്ഥാനത്താണ് ഇത്തരം രാഷ്ട്രീയ കള്ളക്കളികൾ നടക്കുന്നത് എന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും നമ്മുടെ ഒരു രാജ്യമെന്ന നിലയിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള സൂചനകളും അതിനകത്ത്. ഈ 21 മാസങ്ങൾക്ക് ശേഷമാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കണം, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് തുടക്കം മുതലേ ഇവരുടെ ആവശ്യമാണ്. ആ സമയത്തൊക്കെ അവരതിൽ നിന്ന് പിന്നോട്ട് നയിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഇനി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ശേഷവും സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് കേന്ദ്രത്തിന് കൂടിയുള്ള വലിയൊരു അടിയാണ് സംഭവിക്കുക. ഇനിയിപ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയാണെങ്കിൽ തന്നെ ഈ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥ വരികയാണെങ്കിൽ പിന്നെന്തൊക്കെയായിരിക്കും ഇനി മണിപ്പൂരിന്റെ ഭാവി ഉണ്ടാവുക? സമാധാനം പുനഃസ്ഥാപിക്കാത്തതിന് അവിടുത്തെ മുഖ്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം കേന്ദ്ര സേനകളും സൈന്യവും ഇത് ഏറ്റെടുത്തിട്ട് കുറെ കാലമായി. കേന്ദ്രത്തിന്റെ നമുക്കറിയാം 356 അനുസരിച്ചിട്ടാണ് ആർട്ടിക്കിൾ ഈ രാജ്യത്തെ സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക. പക്ഷെ അതിന് പകരം 355 ഏർപ്പെടുത്തി. അടിയന്തരാവസ്ഥ പോലെ കേന്ദ്രം ഈ സുരക്ഷയുടെ ചുമതല ഏറ്റെടുത്തു. കേന്ദ്രത്തിന്റെ സുരക്ഷാ അഡ്വൈസർ അവിടെയുണ്ട്. പക്ഷേ കേന്ദ്ര സേനകളും സംസ്ഥാന പോലീസും ഒക്കെ ഇപ്പോഴും ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നു. മിനിയാന്ന് അവിടെ ആയുധപ്പുര, അതായത് ഒരു ക്യാമ്പ് കൊള്ളയടിച്ചു. അവിടുന്ന് ആയുധങ്ങൾ തട്ടിക്കൊണ്ടുപോയി. ഇത് മിനിയാന്ന്, ഈ സംഭവം നടക്കുന്ന ശനിയാഴ്ച തലേദിവസം തന്നെ സംഭവം ഉണ്ടായി. ഇപ്പോ അതില് ആയുധങ്ങൾ വീണ്ടെടുത്തു എന്നൊക്കെ ഇന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇതൊക്കെ എത്ര കണ്ട് ശരിയാ? 6000-ലേറെ ആയുധങ്ങൾ, വലിയ ആയുധങ്ങൾ, തോക്കുകൾ ഉൾപ്പെടെ, അതിനകത്ത് വലിയ AK-47 റൈഫിളുകൾ അടക്കമുള്ള അത്യാധുനിക ബോംബുകള് സർക്കാരിന്റെ ആയുധപ്പുരകളിൽ നിന്നാണ്, അതായത് സൈന്യത്തിന്റെയും പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും ആയുധപ്പുരകൾ കൊള്ളയടിച്ചിട്ടാണ് ഈ കൊണ്ടുവന്നത്. ഈ കൊള്ളയടിച്ച ആരെങ്കിലും സ്വന്തം സൈന്യത്തിന്റെ ആയുധപ്പുര കൊള്ളയടിക്കാൻ കേരളത്തിൽ എവിടെയെങ്കിലും ചെന്നാൽ ഏതെങ്കിലും ഒരു കൊള്ളയടിക്കാൻ വരുന്നവർക്കെതിരെ ഒരു വെടിവെപ്പെങ്കിലും ഉണ്ടാകാതിരിക്കുമോ? പക്ഷെ അവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ കാലെ പോലും വെടിവെച്ചിട്ടില്ല. അതിന്റെ അർത്ഥം ഈ ആയുധപ്പുരകൾ കൊള്ളയടിക്കാൻ തുറന്നു കൊടുക്കുകയോ അവരോട് ആവശ്യപ്പെടുകയോ ചെയ്തിട്ട് പോലീസിനോ സൈന്യത്തിനോ നിർദ്ദേശം കൊടുക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം അല്ലാതെ ഒരിക്കലും ഇങ്ങനെ നടക്കില്ല. നിങ്ങൾ ഒരു കൊള്ളയടിക്കാൻ വരുന്ന ഒരു സംഘത്തിന് നേരെ എന്താണ് പോലീസ് നടപടി എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരവില്ല. അതൊന്നും ആരും ചോദിക്കാനില്ല ഇവിടെ. അതാണ് വളരെ ദയനീയമായ ഒരു സ്ഥിതി. ഇപ്പോഴും അതാണ് സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്ന പോലെ പോരാളികളാണ് കുക്കികൾ. അവരോടൊപ്പം അവരുടെ കയ്യിൽ തോക്കുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് മ്യാൻമറിൽ നിന്നും അല്ലാതെയും ഒക്കെ അവര് തോക്ക് അവരുടെ ഇത് അവർ വർഷങ്ങളായി നാഗ കുക്കി പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് ഈ ഭാഗങ്ങളിൽ തോക്കും ആയുധങ്ങളും ഉണ്ട്. അതേസമയം മെയ്തേകളുടെ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മെയ്തേകൾക്ക് സർക്കാരിന്റെ ആയുധം കൊടുക്കുകയാണ് ചെയ്തത്. ഇതിന് പുറമെ അവിടെ വേറെ ഉണ്ട്. അവിടെ വില്ലേജ് വോളണ്ടിയർമാരെന്ന് പറഞ്ഞൊരു സംഘടന പ്രസ്ഥാനം ഉണ്ടാക്കുന്നു. സർക്കാർ ശമ്പളം കൊടുക്കുന്നു, സർക്കാർ തോക്ക് കൊടുക്കുന്നു. ഇത് സർക്കാർ തന്നെ പോലീസിന് കൂട്ടായിട്ട് കൂട്ടുകൊടുക്കുന്നു. ഈ വില്ലേജ് വോളണ്ടിയർമാരാണ് വില്ലേജുകളെ സംരക്ഷിക്കാൻ, ഡിഫൻസിന് വേണ്ടി, പ്രതിരോധത്തിന് വേണ്ടി വെച്ചതാണെന്ന് പറയെങ്കിലും പ്രാക്ടിക്കലി അവരുടെ നേതൃത്വത്തിലാണ് പലയിടത്തും ആക്രമണം നടന്നത് എന്നാണ് കുക്കികൾ പറയുന്നത്. എന്തായാലും ഒരു രാജ്യത്തും നടക്കാൻ പാടില്ലാത്ത അത്ര മോശമായ കാര്യങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. കടുത്ത അക്രമങ്ങളാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും, നമ്മുടെ ഒരു അതിർത്തി സംസ്ഥാനമാണ്. ഇന്ത്യയുടെ രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ തന്നെ ഈ മയക്കുമരുന്നിന്റെ ഒരു ഗോൾഡൻ ട്രയാങ്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. മ്യാൻമറും ബംഗ്ലാദേശും ഇന്ത്യയുടെ ഈ മ്യാൻമർ ഒക്കെ ഇടപെടുന്ന ആ മേഖലയ്ക്ക് അവിടെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഫ്ഗാനിസ്ഥാനും ഒക്കെ ചേരുന്ന, പാകിസ്ഥാനും ഒക്കെ ചേരുന്ന ഈ മേഖലയിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നത്. ഈ മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നെങ്കിൽ അവർ പറയുന്നത് കോപ്പി കൃഷി ചെയ്യുന്നത് മുഴുവൻ ഈ മലകളിലെ ഒരു പ്രദേശത്ത് മുഴുവൻ കോപ്പി കൃഷികൾ ആയിരക്കണക്കിന് ഏക്കറുകൾ ചെയ്യുന്നു. അതാണ് ഇവരുടെ എന്നാണ് കുക്കികൾക്കെതിരെ പറയുന്നത്. ഞാൻ കുക്കികളോട് ചോദിക്കുകയും ഞാൻ അവിടെ പോയി കാണുകയും ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കോപ്പി കൃഷിയുടെ കൃഷിക്കാർ മാത്രമാണ് അവർ ചെയ്യുന്നിടത്ത്. ഇവര് കൃഷി നടത്തുന്നത് പല മെയ്തേകളുടെയോ പണക്കാരായിട്ടുള്ള മെയ്തേകളാണ് ഇതിന് ഫണ്ട് കൊടുക്കുന്നത്, ലോൺ കൊടുക്കുന്നത്. അവരാണ് ഇതിന്റെ വരുമാനം എടുക്കുന്നത്. അപ്പം ഇവര് പറയുന്നത് നമുക്ക് നേരിട്ട് ഇപ്പൊ ഇവിടുത്തെ ഇന്ത്യയിലെ ബീഫ് കച്ചവടം പോലെയാണ്. ബീഫ് കയറ്റുമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംസ്ഥാനം നിങ്ങൾക്കറിയാവുന്ന പോലെ UP അടക്കമുള്ള സംസ്ഥാനങ്ങളാണ്. ഈ അൽ ഖാദറൊക്കെ പേരിടുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഹൈന്ദവരായിട്ടുള്ള വ്യവസായികളുടെയാണ്.
ഈ ഈ ബീഫ് വ്യവസായം, കയറ്റുമതി വ്യവസായം തന്നെ അവരുടെ കൺട്രോളിലാണ് പ്രധാനമായിട്ടും. പക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതുപോലുള്ള നാടകങ്ങൾ കളിക്കേണ്ടി വരും. അപ്പൊ അവര് ഇത് മുഴുവൻ നാടകങ്ങളാണ്. ഇത് മുഴുവൻ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ, കാരണം മീഡിയകളെ മുഴുവൻ വിലക്കെടുത്തു. കോർപ്പറേറ്റുകളും ഈ രാജ്യത്തെ വമ്പൻ മീഡിയകൾ, അവസാനം നമുക്കറിയാവുന്ന NDTV ആയിരുന്നു പ്രതിരോധിച്ചു നിന്നത്. ആ NDTVയും മേടിച്ചു, അദാനിയുടെ പക്കലായി. ഇപ്പൊ ഒന്നും ഒരു കാലത്ത് കോൺഗ്രസിന്റെ അനുകൂല പത്രങ്ങളായിരുന്നു ഹിന്ദുസ്ഥാൻ ടൈംസ് പോലുള്ള പത്രങ്ങളൊക്കെ. അതൊക്കെ ഇപ്പോൾ എങ്ങനെ അടിമത്തം സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, മലയാളത്തിലെ പ്രമാദ പത്രങ്ങൾ പോലും പ്രധാനപ്പെട്ട പലതും സർക്കാരിനെ വിമർശിക്കേണ്ട കാര്യങ്ങളിൽ വിമർശിക്കുന്നില്ല. അവർ വളരെ വിദഗ്ധമായി തൊടിച്ചു ചില വാർത്തയെ കൊടുക്കുന്നു. കേരളത്തിന്റെ പ്രത്യേക സ്വഭാവത്തിൽ പൂർണ്ണമായിട്ട് മുക്കാൻ കഴിയാത്തതുകൊണ്ട് ചിലതൊക്കെ മുക്കാൻ പറ്റാതെ വരുന്നു. എങ്കിലും ഇതിനകത്തൊരു ആത്മാർത്ഥത കുറവും യഥാർത്ഥത്തിൽ വരുന്ന ലേഖനങ്ങളിൽ എഴുതേണ്ട പല കാര്യങ്ങളും എഴുതാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേരളത്തിലെ മീഡിയകളെ പോലും സ്വാധീനിക്കുന്നു. കാരണം അവർക്കൊക്കെ ബിസിനസ്സാണ്. അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒന്നാമത് മാധ്യമ മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. മാധ്യമ മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിൽ ഈ കേന്ദ്ര സർക്കാരിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. നമുക്കറിയാം, പല മാധ്യമങ്ങളും പൂട്ടുന്ന സ്ഥിതിയിലാണ്. മീഡിയ ഹൗസസ് ചിലതൊക്കെ പൂട്ടിപ്പോയി. പഴയ ഇന്ത്യ വിഷൻ മുതൽ ഇങ്ങോട്ടുള്ളത് ഇപ്പോൾ ഉള്ളതിൽ തന്നെ നമുക്കറിയാം വലിയ പ്രതിസന്ധിയാണ്. വലിയ വൻകിട മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്ന ചാനലുകൾ പോലും 4-5 സ്ഥാനത്തേക്ക് പുറകോട്ട് പോയി. അപ്പൊ അവിടെയൊക്കെ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ഗതികേടിലാണ് പല സ്ഥാപനങ്ങളിലും. ചില സ്ഥാപനങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധികളാണ്. അത് പ്രിന്റ് മീഡിയയിലും ഇലക്ട്രോണിക് മീഡിയയിലും എല്ലാം ഈ മേഖലയിൽ കടുത്ത പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് കൊണ്ട് ജനങ്ങൾക്ക് പ്രതിരോധിക്കാൻ പോലും മീഡിയകൾക്ക് കഴിയാതെ വരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഇംഗിതങ്ങൾക്ക് അറിഞ്ഞും അറിയാതെയും ഭീഷണിക്കല്ലാതെയോ ഒക്കെ തന്നെ നിലനിൽപ്പിന് വേണ്ടി ചിലർ, അതുപോലെ ജേർണലിസ്റ്റുകൾക്കിടയിലും നമുക്കറിയാം വർഗീയത വളർന്നു വന്നു. ഇപ്പോൾ ഹിന്ദുത്വവാദികളായിട്ടുള്ളവര്, മതപരമായ റിലീജിയസ് ഫനാറ്റിസം ഉള്ള ആളുകൾ വരെ കടന്നു വരുന്നു. നമുക്കറിയാം പലതരത്തിലുള്ള ആക്ടിവിസ്റ്റുകൾ ജേർണലിസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അത് ചിലർക്ക് ബിസിനസ് ആക്ടിവിസം ആകണം, കാരണം വലിയ കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാകുന്നു. മറ്റു ചിലർ റിലീജിയസും ജാതീയവുമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി നിലനിൽക്കുന്നു. മറ്റ് എല്ലാം അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുക. കാരണം ജനാധിപത്യത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന നവകാല രാജാക്കന്മാരായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ. അത് താഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ പഞ്ചായത്ത് മെമ്പർ മുതൽ MP-യും MLA-യും കേന്ദ്രമന്ത്രിയും വരെയുള്ളവര്, നമുക്കറിയാം അവിടെയൊക്കെ ഇപ്പം ഏറ്റവും വില കൂടിയ 10-40 ലക്ഷം വില വരുന്ന ഇന്നോവ കാറുകളും ഒക്കെ എടുത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് പോലും നടക്കുന്നത്. ഇതൊക്കെ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഫണ്ടെടുത്ത് ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ചൂഷണം ചെയ്യുകയാണ്. ഇതിന്റെ എല്ലാം ഒരു ജനാധിപത്യം നേരിടുന്ന ഇത്തരം വെല്ലുവിളികളുടെ ഒരു തുടർച്ച മാത്രമാണ് മണിപ്പൂരിലെ രാഷ്ട്രീയ പ്രതിസന്ധി എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. റൈറ്റ്. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ച അതേ ദിവസമാണ് ഈ ആയുധപ്പുര കൊള്ളയടിക്കുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നത്. ഈ മല്ലികാർജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ പുഴയിലെ വെള്ളം മുഴുവൻ ഒഴുകിപ്പോയി കഴിഞ്ഞ ശേഷം അണക്കെട്ട് കെട്ടുന്നത് പോലെയാണ് ഇപ്പോൾ വന്ന രാജി എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ സംഭവിക്കുന്നത് ഡൽഹി ഇലക്ഷനിൽ BJP വൻ വിജയം നേടിയതിന് ശേഷമാണ്. അതായത് തങ്ങളുടെ ഭരണത്തിൻ്റെ നേട്ടം കൊണ്ട് തങ്ങൾക്ക് പിന്നെ തലസ്ഥാന നഗരിയിലും ഇപ്പോൾ ഭരണം കിട്ടിയിരിക്കുന്നു എന്ന് ഒരു ഭാഗത്ത് BJP അവകാശപ്പെടുന്നു. മറുഭാഗത്ത് വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഈ കലാപത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുന്നു, വലിയ കുഴപ്പത്തിലേർപ്പെടുന്നു. BJPയുടെ ഈ ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥത അതവിടെ നിലനിൽക്കുന്നു, ഒരു ഭാഗത്ത് ഇവർ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. ഈ വൈരുദ്ധ്യം നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഡൽഹിയിലെ ഇതുമായി സത്യത്തിൽ ബീഹാറിലെ പ്രതിസന്ധിയും ഡൽഹിയിലെ പ്രതിസന്ധിയും തമ്മിൽ ഒരു ബന്ധമില്ല. ഡൽഹിയിലെ വൻ ഭൂരിപക്ഷത്തിന് BJP അധികാരത്തിൽ വന്നിട്ട് പോലും മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇനിയിപ്പം പ്രധാനമന്ത്രി ഇന്ന് പാരീസിലേക്ക് പോയിട്ടുണ്ട്. പാരീസിൽ നിന്ന് അമേരിക്കയിൽ പോയി. നമുക്കറിയാം അമേരിക്കയിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ വംശജരെ കൈവിലങ്ങിട്ടും കാൽച്ചിലങ്ങ ഇട്ട് കൊണ്ടുവന്നിട്ട് അതിനെപ്പോലെ ന്യായീകരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. ഇതിനു മുമ്പിലൊന്നും അത് അവരുടെ പ്രോട്ടോകോൾ ആണെന്ന് പറയുന്നു. പ്രോട്ടോകോൾ ഉണ്ട്, പക്ഷെ പ്രോട്ടോകോൾ നടപ്പാക്കിയിരുന്നു എന്നതാണ് പ്രശ്നം. ഇവിടെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് അത് അനുവദിച്ചിരുന്നില്ല, വന്നിരുന്നു, പക്ഷെ അത് സാധാരണ ചാർട്ടർ വിമാനത്തിലാണ്. ഇത്രയും വലിയ ഒരു ഷോ കാണിക്കാൻ നമ്മുടെ ഒരു MP പറഞ്ഞ പോലെ ഈ ട്രംപിന്റെ പട്ടി ഷോയാണ്
എന്ന് MP എന്നോട് പറഞ്ഞത് ഈ വാക്ക് ഈ ഈ കാണിക്കുന്നത്. അതായത് ഏറ്റവും വലിയ C-17 എയർക്രാഫ്റ്റില്, സൈനിക എയർക്രാഫ്റ്റില് ഇന്ത്യയിലേക്ക് ഈ ആകെ 104 പേരെ കൊണ്ടുവിടുന്നു. ആ 104 പേരെ സാധാരണ വിമാനത്തിൽ അയച്ചാൽ മതി. അവരുടെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് അയച്ചാൽ പോലും ഇത്ര ചെലവ് കയറിയല്ല. അപ്പൊ ഈ ചെലവല്ല, ഇതെല്ലാം ഷോയാണ്. എന്നിട്ട് വീഡിയോ എടുത്ത് അവർ തന്നെ പ്രസിദ്ധീകരിക്കുന്നു. ഇത്രയേറെ ഇന്ത്യ അപമാനിച്ചിട്ട്, അത് മോഡി അങ്ങോട്ട് കാണാൻ പോകുന്നേ ഉള്ളൂ അദ്ദേഹത്തിന്റെ. എന്നിട്ട് പോലും ഒരു പ്രതിരോധിക്കാൻ പോലും, അപലപിക്കാൻ പോലും വിദേശകാര്യമന്ത്രി കഴിഞ്ഞില്ല, ഒന്ന് വിമർശിക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരു ന്യായീകരിക്കുകയാണ് ചെയ്തത്. അത് ന്യായീകരിക്കാൻ ശ്രമിക്കും. അപ്പൊ ഇതാണ് ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രതിസന്ധികളൊക്കെ ഒരു വഴി കൂടെ മീഡിയ മുക്കിക്കളയുകയാണ്. മണിപ്പൂരിൽ ഈ പ്രതിസന്ധി കുറെ കാലങ്ങളായി ഉണ്ടായിരുന്നു ബീരൻ സിംഗിനെതിരെ. ആ പ്രതിസന്ധി ഏത് മീഡിയയാണ് റിപ്പോർട്ട് ചെയ്തത്? അവിടുന്ന് നമുക്ക്, കാരണം പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്ക് പോലും അവിടെ ഇംഫാലിൽ, അതായത് മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിൽ ലേഖകരില്ല, ഫുൾ ടൈം ജേർണലിസ്റ്റുകളില്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പ്രധാനപ്പെട്ട നാഷണൽ മീഡിയകൾക്ക് പോലും അവിടെ ഇല്ല. ഞാൻ അവിടെ എല്ലാം പോയി. ആ പ്രസ് ക്ലബ്ബ് പോലും പൂർണ്ണമായും മെയ്തേകളുടെ കൺട്രോളിലാണ്. അവിടെ ആകെ മെയ്തേകളല്ലാത്ത കുക്കികളായിട്ടുള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ. അവർക്ക് അവിടെ യാതൊരു റോളും ഇല്ല. അവിടുത്തെ പ്രസ് ക്ലബ് പ്രസിഡന്റ് എന്നോട് സംസാരിച്ചത് തികച്ചും വംശീയമായിട്ടാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ 1-2 മെയ്തേകളുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് പറയുന്നത് എന്നും കൂടെ പറഞ്ഞു. അതാണ്. അപ്പൊ നമ്മൾ ഇവരൊക്കെ എത്രയോ വർഷത്തെ ജേർണലിസ്റ്റുകളാണ്. അവിടുത്തെ മീഡിയ ഹൗസുകൾ മുഴുവൻ. ഞാൻ ഒരിക്കലും അമേരിക്കയിൽ ചെല്ലുമ്പോൾ 2007 എന്റെ തോന്നുന്നത്, നമ്മുടെ ഇറാൻ പ്രസിഡന്റ് അമേരിക്കയിൽ ചെല്ലുക. അപ്പം ദ ഡെവിൾ ലാൻഡഡ് എന്നൊക്കെയാണ് അമേരിക്കൻ മാധ്യമങ്ങളിൽ വരുന്നത്. ഞാൻ പറഞ്ഞു, ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും വലിയ പരസ്പരം ആരോപിക്കുമ്പോൾ ഒരു മുസ്ലിം തീവ്രവാദി വന്നിറങ്ങിയാൽ പോലും അങ്ങനെ പറയില്ല. അല്ലെ ഒരു ഹൈന്ദവ RSSന്റെ തലവൻ വന്നിറങ്ങിയാൽ പോലും ഒരു മുസ്ലിം ഇസ്ലാമിക പത്രത്തിലോ ഒരു ക്രൈസ്തവ പത്രത്തിലോ ഒന്നും അത്തരം ഒരു ഹെഡിങ് ഉണ്ടാവില്ല. വലിയ ജനാധിപത്യം പറയുന്ന അവര് ഇടുന്നത് അങ്ങനെയാണ്. അന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ മീഡിയ ഇതെല്ലാം മുക്കിക്കളയുകയാണ്. അവിടുത്തെ മീഡിയ മുഴുവൻ കംപ്ലീറ്റ്ലി വൺ സൈഡഡ് ആണ്. മെയ്തേയ് പക്ഷം മാത്രം റിപ്പോർട്ട് ചെയ്യുകയും മറ്റതല്ല. അവരെ തീവ്രവാദികൾ എന്നാണ് വിളിക്കുന്നത്. ടെററിസ്റ്റ്, കുക്കി ടെററിസ്റ്റ് എന്നാണ് പറയുന്നത്. 4 മെയ്തേകളെ കൊന്നു. അപ്പുറത്തോട്ട് മെയ്തേകള് 15 പേരെ കൊന്നതിന്റെ കാര്യം പറയുമ്പോൾ 15 കുക്കികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ലളിതവൽക്കരിച്ച് ഇത് മീഡിയകള്, കാരണം അവിടുത്തെ മീഡിയ മുഴുവൻ തന്നെ മെയ്തേകളുടെ കൺട്രോളിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വൺ സൈഡാണ്. ആ മെയ്തേകൾ കൊടുക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആസാമിലെ തലസ്ഥാനമായ ഗോഹട്ടിയിൽ ഇരുന്നും പിന്നീട് ഡൽഹിയിൽ ഇരുന്നും ഒക്കെയാണ് പലരും ഇതിന്റെ റിപ്പോർട്ടിങ് നടത്തുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ വേണേ ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുസ്ഥാൻ ടൈംസും ഹിന്ദുവും ഒക്കെ അടക്കമുള്ള പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഗോഹട്ടിയിൽ നിന്നാണ്. കാരണം ഇംഫാലിൽ ലേഖനം പോലും ഇല്ല, വർഷങ്ങളായിട്ടില്ല, ഇപ്പോഴും ഇല്ല. ഇത്രയും വലിയ കലാപം നടന്നിട്ട് അവിടെ ഒരു ഫുൾ ടൈം ജേർണലിസ്റ്റ് വെക്കാൻ കാശില്ലാഞ്ഞിട്ടല്ല, വേണ്ടാന്ന് വെച്ചിട്ട് തന്നെ. കാരണം അതുകൊണ്ട് തന്നെ ബയാസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങുകൾ മാത്രമാണ് നടക്കുന്നത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ജേർണലിസ്റ്റുകൾക്ക്, നന്മയുള്ള കുറെ ജേർണലിസ്റ്റുകൾ ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ് കുറെയെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന പ്രതിസന്ധി, താങ്കളിപ്പം ഡൽഹിയുമായിട്ട് കൂട്ടിക്കിടക്കേണ്ടോ പറയുന്നത്, അവിടെ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ പറ്റാത്ത കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ പറ്റിയില്ല, മുൻകൂട്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം മന്ത്രിസഭയ്ക്ക് സത്യപ്രതിജ്ഞയാവുന്നേ ഉള്ളൂ. ഇതുവരെ മുഖ്യമന്ത്രി ആരെന്ന് പോലും തീരുമാനമായിട്ടില്ല. നഡ്ഡയുടെ നേതൃത്വത്തില് കഴിഞ്ഞ ദിവസം നേതാക്കളെ എല്ലാം വിളിച്ച് സംസാരിച്ചു. അവകാശവാദമായിട്ട് 3-4 പേരുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങള് പ്രതിപക്ഷത്തെ കോൺഗ്രസിലോ വേറെ ഏതെങ്കിലും പാർട്ടിയിലാണെങ്കിൽ ഇതെല്ലാം പെരുപ്പിക്കാനും അവര് പറഞ്ഞ കൊച്ചു കൊച്ചു വാക്യങ്ങളെ പോലും വളരെ വഷളാക്കി ചിത്രീകരിക്കാനും പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഈ പ്രതിപക്ഷ നേതാവിന്റെ വായിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു ഒച്ചയിലെ ഒരു സംസാരത്തിലെ പിഴവോ അവർക്കെതിരെ ഉണ്ടാകുന്ന ഒരു കുഞ്ഞു റിപ്പോർട്ടിങ്ങോ ഒക്കെ എടുത്ത് വലിയ വാർത്തകളാക്കി. അപ്പൊ ഈ മീഡിയകള് ഈ നമ്മുടെ സമൂഹത്തിൽ വലിയ ദ്രോഹം ചെയ്യുന്നു എന്നതാണ്. കാരണം മീഡിയയിലെ കുറ്റം പറയുന്നത്, ഞാൻ പറയുന്നത് മീഡിയകളുടെ കുറ്റമല്ല, ജേർണലിസ്റ്റുകളുടെ കുറ്റമല്ല. ഇപ്പോഴും നല്ല ജേർണലിസ്റ്റുകളുണ്ട്. അവർക്ക് പിന്തുണ കൊടുക്കാൻ ഈ സമൂഹത്തിൽ ആരുമില്ല. അവർക്ക് ശമ്പളവും വരുമാനവും കൊടുക്കാൻ ആരുമില്ല. മീഡിയകൾ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യണമെന്ന് ചോദ്യം ആലോചിക്കാൻ ആളില്ല. അപ്പോൾ ഇത് ആരെങ്കിലും കോർപ്പറേറ്റുകളുടെയോ മത മേധാവികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെയോ ഏതെങ്കിലും മുതലാളിയുടെയോ ഒക്കെ ഉടമസ്ഥതയിലുള്ളതാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികളെ കുറിച്ച് പറയാതെ ജേർണലിസം
ഇങ്ങനെ ആകേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അവര് എന്താണ് അവർക്ക് ധാർമ്മികമായെങ്കിലും പിന്തുണ ഇവിടെ ആക്രമിക്കപ്പെടുന്ന ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ജേർണലിസ്റ്റുകൾക്കെതിരെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ പോലും ആരുമില്ല. അപ്പൊ ഈ രാജ്യം ഒരു വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. സ്വാഭാവികമായിട്ടും വലതുപക്ഷ തീവ്രവാദ സ്വഭാവമുള്ള രാഷ്ട്രീയം ലോകത്തെല്ലായിടത്തും, അത് അമേരിക്ക മാത്രമല്ല ലോകത്തെല്ലായിടത്തും അത് വളർന്നു വരുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോ ഇവിടെ കൈവലം കിട്ടേനെയും കൊച്ചുവലം കിട്ടേനെയും പാലസ്തീനിൽ വെടിവെച്ച് കൊന്നതിനെയും ഒക്കെ ന്യായീകരിക്കാൻ ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇതാണ് സമൂഹത്തിന്റെ ഒരു വലിയ പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിക്കിടയിൽ ജനാധിപത്യ ബോധമുള്ള, രാജ്യസ്നേഹമുള്ള, സമാധാന പ്രേമികളായിട്ടുള്ള വലിയൊരു വിഭാഗം ആളുകൾ ഈ രാജ്യത്തുണ്ട്, ഇന്ത്യയിൽ തന്നെയുണ്ട്. ഭൂരിപക്ഷം ജനതയും അതാണ്. ഇപ്പോഴും കേരളത്തിലും അതെ, മലയാളികളെ ലോകത്ത് എവിടെ ചെന്നാലും അവരിൽ ഭൂരിപക്ഷവും അവർക്ക് ജാതിയും മതവും അവരുടെ ഉള്ളിലില്ല. അവർക്ക് ജാതിയെക്കാളും മതത്തെക്കാളും ഒക്കെ പ്രധാനം നമ്മുടെ രാജ്യവും നമ്മുടെ രാജ്യത്തിന്റെ അതിനകത്ത് സാലിം കോഡൂർ എന്നാണോ ജോർജ് കള്ളിവൽ എന്നാണോ രമേഷ് എന്നാണോ പേരെന്നുള്ള ഒരു വിഷമേ അല്ല. അതാണ് ആ ഒരു പഴയ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും തിരിച്ചു കൊണ്ടുവരുവാൻ ഇത്തരം അനുഭവങ്ങളും ഇതിൽ നിന്ന് നടക്കുന്ന പാഠങ്ങളും. ഈ മണിപ്പൂര് പോലുള്ള സംഭവങ്ങൾ നമുക്കറിയാം. ഡൽഹി കലാപത്തിന് നേതൃത്വം നൽകിയ ആളുകളൊക്കെ ഇപ്പൊ MLA ആണ്. അവര് കയറിയ ഉടനെ പറയുന്നതിൽ ഒരാൾ പറയുന്ന പേര് മാറ്റണം, മുസ്തഫാബാദ് എന്നുള്ള പേര് മാറണം എന്നാ പറയുന്നത്. അത് ശിവന്റെ പേരിൽ ഇട്ടാലേ. അപ്പം ഇങ്ങനെയുള്ള ചില കാപട്യങ്ങളിലൂടെ വിഷയങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ട് പേര് മാറ്റുക, പ്രയാഗ്രാജ് എന്നാക്കുക, അല്ലെ വേറൊരു പേരിടുക. പിന്നെ സർക്കാരിന്റെ ശതകോടിക്കണക്കിന് പണം കൊണ്ടുപോയി, നികുതി പണം കൊണ്ടുപോയി ഒരു മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും അതിനെയൊക്കെ ഇവിടെ വാഴ്ത്തിപ്പാടാൻ മീഡിയകളെയും ആരാധകരെയും സൃഷ്ടിക്കുക, സോഷ്യൽ മീഡിയയും അതൊക്കെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി തന്നെ ആളുകളെ നിയോഗിക്കുക, ശമ്പളം കൊടുത്ത് നിയോഗിക്കുക. അപ്പൊ ഈ സമൂഹം നേരിടുന്ന വലിയ വെല്ലുവിളികൾക്കിടയിൽ നിങ്ങളുടെ ഈ ഇൻസൈറ്റ് പോലുള്ള ചർച്ചകൾ, റിസാല അപ്ഡേറ്റ് നടത്തുന്ന ഇത്തരം ചർച്ചകളൊക്കെ, അതുകൊണ്ടാണ് ഞാൻ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. ഇന്ന് എനിക്ക് ഏറ്റവും സമയമുള്ള ദിവസം അറിഞ്ഞില്ല. നമ്മളൊക്കെ മഹാത്മാഗാന്ധിയുടെ പോലെ അഹിംസയിൽ വിശ്വസിക്കുന്ന, മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ആയി വളരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ മണിപ്പൂരിലെ വിഷയമൊക്കെ രാഷ്ട്രീയ പ്രതിസന്ധി ഇപ്പോൾ ഉള്ള നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന പുഴുക്കുത്തുകളുടെ, ക്യാൻസറിന്റെ, അർബുദങ്ങളുടെ ഒക്കെ ഒരു പ്രതീകം മാത്രമാണ്. റൈറ്റ് സാർ. ഏതായാലും ഈ തിരക്കുകൾക്കിടയിൽ ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ഏതായാലും മണിപ്പൂരിൽ മുഖ്യമന്ത്രി രാജിവെച്ചിരിക്കുന്നു. എൻ ബിരൻ സിംഗ് അവസാനം 21 മാസങ്ങൾക്ക് ശേഷം ഗതികെട്ട് രാജിവെച്ചത് തന്നെയാണ്. അതും കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. അത് BJPയിലെ തങ്ങളുടെ MLA മാർ തന്നെ ആ അവിശ്വാസ പ്രമേയത്തെ പിന്തുണക്കുമെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് രാജിവെച്ച് മടങ്ങേണ്ടി വന്നത്. അതൊരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്, അല്ലാണ്ട് മണിപ്പൂരിൽ തൻ്റെ ജനങ്ങൾക്ക് സമാധാനം കിട്ടണം എന്ന ആത്മാർത്ഥതയിൽ നിന്നുള്ള രാജിയല്ല എന്ന് തന്നെയാണ്. ഏതായാലും ഈ രാജി കൊണ്ടെങ്കിലും ആ നാട്ടിൽ സമാധാനം പുലരട്ടെ, മറ്റു ബദലുകൾ വരട്ടെ, ആ നാട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ഈ ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.